ഇത് സുഹൃത്തെ ഞാനൊരു പുതിയ ലോങ്കനെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ബ്ലൂ ലീഫ് ലോങ്ങൻ. കണ്ടില്ലേ, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാണ് ബ്ലൂ ലീഫ് ലോങ്ങൻ. നിങ്ങളെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എനിക്കറിയില്ല, എനിക്കിത് ബ്ലൂ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ബ്ലൂ ലീഫ് ലോങ്ങനാണിത്. ഇഷ്ടം പോലെ കായ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. ഒരു രക്ഷയില്ലാത്ത കായപിടുത്തമാണ് ബ്ലൂ ലീഫ് ലോങ്ങൻ. നിങ്ങൾ എൻ്റെ കണ്ണട പരിശോധിക്കാൻ പറയരുത് കേട്ടോ. ഇതാണ് ബ്ലൂ ലീഫ്. നിറയെ കായുള്ള ഒരു വെറൈറ്റിയാണ് ബ്ലൂ ലീഫ് ലോങ്ങൻ. അപ്പോൾ ഇതിൻ്റെ വലിയ വലിയ തൈകളുണ്ട്, ചെറിയ തൈകളുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ഫ്ലഷ് ഉള്ളൊരു വെറൈറ്റിയാണ്. പേരാണ് ബ്ലൂ ലീഫ് ലോങ്ങൻ. നമ്മൾ ഡയമണ്ട് റിവറൊക്കെ പോലെ തന്നെ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സീഡും ഒക്കെ അതേപോലെ തന്നെ. അത്യാവശ്യം നല്ല കായ പിടിക്കുന്ന, പേരിലൊന്നും ഒരു കാര്യമില്ല. ഇന്ന് ഞാനൊരു പേരിടും, നാളെ വേറൊരാൾ പേരിടും. നല്ലൊരു വെറൈറ്റി ലോങ്ങന്, അത്ര അടിപൊളിയായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പം ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. BQ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതിന് എന്തൊക്കെയാണ് ഇപ്പോൾ യൂട്യൂബിൽ കണ്ട ഒരു പിടുത്തമില്ല. ഒരുപാട് പേരിങ്ങനെ എന്താ പറയുക, ഇതെന്താ റസാക്ക കാണുന്നില്ല, എന്താണ് കണ്ട ഉടനൊക്കെ കിട്ടിയ പേര്, ഇല എന്താണെന്നാ എന്തൊക്കെയാ അറിയാത്ത കുറേ ആളുകൾ. ചുരുങ്ങിയത് ലീഫ് എന്ന് പറഞ്ഞാൽ ഇല ആണെന്നും കൂടെ അറിയുകയാണെങ്കിൽ അതിൻ്റെ കളർ കണ്ടിട്ടെങ്കിലും പേരിടും. പിന്നെ ക്രിസ്റ്റൽ, ന്യൂ ക്രിസ്റ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അത് BQ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. തായ്ലൻഡിലെ കൊമേഴ്ഷ്യൽ വെറൈറ്റിയാണ് BQ എന്ന് പറഞ്ഞ വെറൈറ്റി. പിന്നെ ഹൈപ്രോ ക്ലോറൈറ്റ് കൊടുത്തിട്ട് കായ്പ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ 2 വർഷം, ഏകദേശം 3 വർഷം മുന്നേ കാണിച്ചിരുന്നു. അപ്പം അത് കുറച്ച് ഹാംഫുള്ളാണ്. നമ്മൾ വീട്ടിലൊക്കെ കൊമേഴ്ഷ്യലി ഓക്കെ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കായ്പ്പിക്കുക എന്നുള്ളതാണ്. നമ്മളെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഈ ഒരു മാർച്ച് വരെ നമുക്ക് ഏകദേശം ഒരു മഴയില്ലാത്ത ടൈം കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ടൈമിലും നമ്മളവിടെ മഴയാണ്. അപ്പോൾ അത് പൂവിട്ടാൽ കായപ്പിടുത്തം കുറവാണ്. അപ്പോൾ നമുക്ക് ഡിസംബറിൽ കായ്പ്പിക്കാൻ വേണ്ടിയിട്ട് കൊമേഴ്ഷ്യലി കൃഷി ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണത്. ഒന്നുമില്ല, നമ്മളെ ക്ലീനിങ് മെറ്റീരിയലാണ്. നമ്മളെ ക്ലോറക്സ് എന്നൊക്കെ പറഞ്ഞ ആ സാധനമില്ല, അത് തന്നെയാണ് അതിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ അത് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ 10-15 വർഷമൊക്കെ കായ്ച്ചിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മളൊന്ന് ഉപയോഗിച്ച് കായ്പ്പിക്കുക. റെഗുലർ നമ്മളതിന് കൊടുക്കേണ്ടത് പിന്നെ നൈട്രജൻ കുറഞ്ഞ വളങ്ങൾ, ഫ്ലവറിങ് സ്റ്റേജായ വെജിറ്റേഷൻ പീരീഡ് കഴിഞ്ഞ വരെ നമുക്ക് നൈട്രജൻ കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഫ്ലവറിങ് പീരീഡിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് കൂടുതൽ നൈട്രജൻ ഇല്ലാത്ത വളങ്ങൾ എന്ന് പറഞ്ഞാൽ 0.44 അല്ലെങ്കിൽ 0.24 അങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്ലവർ ഇടും അതിൻ്റെ ടൈമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ചില പഴയ വെറൈറ്റികളൊക്കെ ഉണ്ട്, അതാണ് നമ്മൾ ഇപ്പോൾ ഈ പ്രശ്നം വരുന്നത്. അങ്ങനെയുള്ളവർക്ക് ഹൈപ്പോക്ലോറൈറ്റ് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം കൊടുക്കുക. അപ്പോൾ ഇത് 6 വർഷമായ പ്ലാന്റാണ്. ഞാനിതുവരെ ഇതിന് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കൊടുക്കാൻ നമ്മൾക്ക് അറിയാത്തത് കൊണ്ടല്ല, എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി. ഇതുവരെ അതിനെ കായ്പ്പിച്ചിട്ടില്ല. ഇനി ഞാൻ 3 വർഷം മുന്നേ ചെയ്തൊരു തൈ കാണിച്ചു തരാം. 15 വർഷമായ പ്ലാന്റാണ്. ഒരു 13 വർഷമായിട്ടും കായ്ക്കാതായിട്ടാണ് ഞാനിതിനെ പ്രഷർ ചെയ്ത് കായ്പ്പിക്കുന്നൊരു വീടിട്ട്. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ സ്വയം ഇഷ്ടത്തിന് കായ്ച്ചതാണ്. സ്വയം ഇഷ്ടത്തിന് കായ്ക്കുമ്പോൾ അത് മഴക്കാലത്താണ് അത് കായ്ക്കുന്നത്. അപ്പോൾ നിറയെ ഇല കാണാതെ ഫ്ലവർ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കിയാലറിയാം, ഇല കാണാതെ ഫ്ലവർ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഒരു നിവൃത്തിയില്ല, എത്ര കായ പിടിക്കും എന്നുള്ളതിന് ഒരു പിടുത്തമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കായ്പ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കായ്പ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ഹാംഫുള്ളാണ്. അത് ഇനി നിങ്ങൾക്ക് സ്വയം സെർച്ച് ചെയ്യുക. അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ മാക്സിമം നമ്മളുടെ മഗ്നീഷ്യം അത്യാവശ്യം വേണ്ടൊരു ചെടിയാണ്. ഫോസ്ഫറസ് അത് നമ്മളെ എല്ലുപൊടി ഇട്ട് കൊടുത്താൽ കിട്ടും. അല്ലെങ്കിൽ രാജ്ഫോസ അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റൊക്കെ ഉപയോഗിച്ച് കൊടുക്കുക. അപ്പോൾ അത് കൊടുത്ത് ഫില്ല് ചെയ്ത് നിർത്തിയാൽ തന്നെ ഫ്ലവറിങ് സ്റ്റേജിൽ നമുക്ക് ഡിസംബറിൽ, ഒക്ടോബർ നവംബറിൽ കൊടുത്ത് നിർത്തിയാൽ ഡിസംബറിലെങ്കിൽ ഫ്ലവർ ഇട്ടാൽ നമുക്ക് മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തേന് നമുക്കതിൻ്റെ വിളവെടുക്കാൻ പറ്റും. ഇനി നമ്മളെ തൈകളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരുപാട് വീഡിയോകളിൽ കടങ്ങി കിടക്കുന്നതാണ്. ഇതെൻ്റെ ഗാർഡനിലെ ഞാനുണ്ടാക്കിയ തൈകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകളുണ്ട്. എല്ലാം ഇത് തൈകളെ നല്ല വെറൈറ്റിയാണ്. നമ്മുടെ BQ എന്ന് പറഞ്ഞ വെറൈറ്റി കൊമേഴ്ഷ്യലി ചെയ്യുന്ന വെറൈറ്റിയാണ്.
അപ്പം ജസ്റ്റ് അതിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു. അപ്പോൾ തൈകളിൽ ഇതൊക്കെ ആണല്ലോ, ഇതൊക്കെ ഫ്ലവർ ചെയ്ത തൈകളാണ്. ഇതൊക്കെ ആൾമോസ്റ്റ് ഒക്കെ ഫ്ലവർ ചെയ്ത ഹെവി പ്ലാന്റുകളാണ്. അപ്പോൾ ഇതൊക്കെ വലിയ പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രം കുറച്ച് സെലക്റ്റീവ് പ്ലാന്റുകൾ കൊണ്ടുവന്ന് വെച്ചാണ്. ഇതൊക്കെ ഹെവി പ്ലാന്റുകളാണ്. അതിൽ എല്ലാം ഫ്ലവർ ചെയ്തിട്ടില്ല. ആൾമോസ്റ്റ് 1, 2, 3, 4, 5 ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫ്ലവർ ചെയ്ത പ്ലാന്റുകളാണ്. ഇതാണ് അതിൻ്റെ ഒരു മീഡിയം പ്ലാന്റ് ഉള്ളത്. ഇതാണ് ഇതിൽ ഈ ഒരു ഇനത്തിൽപ്പെട്ട ഒരു മീഡിയം പ്ലാന്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസൊക്കെ ഇപ്പോൾ ഇവിടെ നിന്നാൽ കാണാം. അപ്പോൾ എല്ലാം ഒരേ ഹൈറ്റ് അല്ല, ഇത് എന്നെക്കാളും ഹൈറ്റ് ഉണ്ട്, ഇത് എൻ്റെ അത്ര ഹൈറ്റ് ഇല്ല. അപ്പോൾ ഓരോ പ്രായത്തിനനുസരിച്ചിട്ടുള്ള തൈകളാണ്. ഇത്രയും തൈകളാണ് നമ്മളടുത്തൊരു ഈ ഒരു വെറൈറ്റിയിലുള്ളൂ, BQ-ലുള്ളൂ. പിന്നെ മറ്റുള്ള നമ്മളെ ഡയമണ്ട് റിവർ, അതേപോലെ തന്നെ വൈറ്റ് ലോങ്ങിന് 4 സീസൺ ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇത് മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വലിയ പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങിക്കാം. ഇനി മീഡിയം പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്ക് അതും വാങ്ങിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ലോങ്ങൻ കൃഷി ചെയ്യുന്നവർ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ്, കായ്ക്കുന്നില്ല എന്നുള്ള പരാതി. ഫസ്റ്റായിട്ട് നമ്മൾ അതിനെ വെജിറ്റേഷൻ പീരീഡ്, അതുപോലെ 4 വർഷം 5 വർഷം പൂർത്തിയാവാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അതിന് കഴിഞ്ഞതിൻ്റെ ശേഷം ഒക്ടോബറിലൊക്കെ ആയിട്ട് നന്നായിട്ട് നമ്മൾ ഇത് കൊടുക്കുക, കാൽസ്യം കൊടുക്കുക, അതേപോലെ തന്നെ മഗ്നീഷ്യം, അതേപോലെ തന്നെ സിങ്ക്. മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്താൽ തന്നെ അത് ഏകദേശം പൂർത്തിയാവും. മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്തിട്ട് ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും, അല്ലെങ്കിൽ മിനിമം ഒരു 3 മാസം 2 മാസം കൂടുമ്പോൾ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് കാര്യമായിട്ട് കൊടുക്കുക. നൈട്രജൻ വളരെ കുറച്ചുള്ള വളങ്ങൾ മാത്രം കൊടുക്കുക, കോഴിക്കാട്ടം കൊടുക്കുക, അങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുക്കുക. പക്ഷേ നമ്മൾ കഴിയുന്നതും ഈ ഒരു സമയത്ത് രാസവളത്തിലേക്ക് മാറുക. കാരണം നമുക്ക് നൈട്രജൻ ഒഴിവാക്കി കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ NPK 00 24 ഉണ്ട്, അല്ലെങ്കിൽ ഒരു 10 24 ഉണ്ട്, അല്ലെങ്കിൽ 44 ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വളങ്ങൾ നമ്മളെ പൊട്ടാസ്യം, അതേപോലെ തന്നെ ഫോസ്ഫറസ് കൂടുതലുള്ള വളങ്ങൾ, അതിൽ പൊട്ടാസ്യം കൂടിയാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള MOP SOP പോലത്തെ വളങ്ങൾ കൊടുക്കുക. ഈ ഒരു പീരീഡിൽ നവംബറിലോട് കൂടിയിട്ട് ഫ്ലവറിങ് തുടങ്ങണം. എന്നാലേ നമുക്ക് മെയ് അവസാനത്തോട് കൂടിയിട്ട് അതിൻ്റെ ഹാർവെസ്റ്റിങ് നടത്താൻ പറ്റുള്ളൂ. മഴ പെയ്ത് പൂവിട്ടാലും ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലെ അങ്ങനെ നിൽക്കും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.